അടുത്തതായിട്ട് നമുക്കൊരു പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അറ്റ് വാട്ട് ഹൈറ്റ് ദ വാല്യൂ ഓഫ് ജി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഗിവൺ ആർ ഇസ് ഈക്വൽ ടു 6400 കിലോമീറ്റർ. അതായത് ഏത് ഹൈറ്റിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സർഫസിലുള്ള ജിയുടെ വാല്യൂവിൻ്റെ പകുതി ആവുന്നത്. അതായത് ഏത് ഹൈറ്റിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എന്നുള്ളത് 4.9 ആവുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് എർത്ത് എന്താണ്? 6400 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് GH is equal to G into 1 plus H/R all raised to -2 എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തായിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? നമുക്കിവിടെ GH എന്ന് പറയുന്നത് എന്താണ്? G/2 അല്ലേ? അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹാഫ് ആവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? G/2 is equal to G into 1 plus H/R all raised to -2 എന്നത്. ഇനി എന്തുണ്ട്? രണ്ട് സൈഡിൽ എന്തുണ്ട്? G ഉണ്ട്. ഇവിടെയും G ഉണ്ട്, ഇവിടെയും G ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. കാരണം രണ്ടും ന്യൂമറേറ്ററിലാണ്, മുകളിലാണ്. എന്ത് ചെയ്യും? ഇതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്തുണ്ടാവുക? 1/2 is equal to 1 plus H/R all raised to -2 എന്നുണ്ടാകും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ രണ്ട് സ്റ്റെപ്പിൻ്റെയും ന്യൂമറേറ്റർ ഇത് നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും, നേരെ തിരിച്ചെഴുതും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും പറയാം, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാമെന്നും പറയാം. അപ്പോൾ എങ്ങനെ വരും? 2 is equal to 1 plus H/R all raised to -2 ഇല്ല, നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നില്ലേ, അവിടെ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? പോസിറ്റീവായി. അതായത് 2 is equal to 1 plus H/R all square ആണ്. അപ്പോൾ √2 എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട്, RHSലുള്ളതിൻ്റെ റൂട്ട്. അപ്പോൾ റൂട്ട് എഴുതേണ്ട ആവശ്യമില്ല, അവിടെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. 1 plus H/R. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ H/R എന്നുള്ള ടേംസിനെ ഒരു സൈഡിൽ നിർത്തി ഈ +1നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? H/R is equal to √2 -1 എന്ന് എഴുതി. √2 -1. അപ്പോൾ H is equal to എന്ത് എഴുതാം? H is equal to √2 -1 ഇൻറ്റു R എന്ന് എഴുതാം. √2 -1 ഇൻറ്റു R എന്ന് എഴുതാം. കാരണം ഡിനോമിനേറ്ററിൽ R ഇപ്പുറത്തോട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ എന്ത് വരും? അതായത് ഡിവൈഡ് ബൈ എന്നുള്ളത് അപ്പുറത്തോട്ട് വരുമ്പോൾ ഇൻറ്റു എന്ന് വരും. അപ്പോൾ H is equal to √2ൻ്റെ വാല്യൂ എന്താണ്? 1.414 മൈനസ് 1 ഇൻറ്റു R എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു 6400 കിലോമീറ്റർ ആണ്. അതായത് ഇത് നമുക്ക് ചെയ്യുമ്പോൾ H is equal to 2650 കിലോമീറ്റർ. അപ്രോക്സിമേറ്റ്ലി H is equal to 2650 കിലോമീറ്റർ എന്ന ആൻസർ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതുപോലെ ഡെപ്ത് വെച്ചിട്ടൊക്കെ പ്രോബ്ലം കണ്ടിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.